യേശുവിന്റെ വേദനകളെ കുറിച്ച് ഓർത്തുകൊണ്ട് എന്റെ ദൈവമേ എന്തുകൊണ്ടെന്നെ നീ കൈവെടിഞ്ഞു? എന്റെ ദൈവമേ എന്തുകൊണ്ടെന്നെ നീ കൈവെടിഞ്ഞു? കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കുരിശിൽ വേദനിച്ച് കരയുന്ന പെടയുന്ന യേശുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് അവർ ചെയ്യും അതെന്തെന്നവരറിയുന്നില്ല. പിതാവേ അവരോട് പൊറുക്കേണമേ, അവർ ചെയ്യും അതെന്തെന്നവരറിയുന്നില്ല. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്നു നീ എന്നോട് കൂടി പറുദീസയിലായിരിക്കും. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്നു നീ എന്നോട് കൂടി പറുദീസയിലായിരിക്കും. ഈശോനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും പാടാം. എനിക്കു ദാഹിക്കുന്നു, എനിക്കു ദാഹിക്കുന്നു, എനിക്കു ദാഹിക്കുന്നു, എനിക്കു ദാഹിക്കുന്നു. ഞാൻ പൂർത്തിയായിരിക്കുന്നു. എനിക്കു ദാഹിക്കുന്നു, എനിക്കു ദാഹിക്കുന്നു, എനിക്കു ദാഹിക്കുന്നു, എനിക്കു ദാഹിക്കുന്നു. എല്ലാം പൂർത്തിയായിരിക്കുന്നു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ശബ്ദം തുതിച്ചുകൊണ്ട്
ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം. മുട്ടുകുത്തി തന്നെ നിൽക്കണം തോന്നുന്നവർ അങ്ങനെ ചെയ്യാം. കൈവിരിച്ച് തന്നെ പിടിക്കണം തോന്നുന്നവർ അങ്ങനെ ചെയ്യാം. ഈ സമയത്ത് ഈശോയുടെ ആണിപ്പഴുതുകളുടെ വേദന നമ്മൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈശോയുടെ മുൾമുടിയുടെ വേദന നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് കർത്താവ് ഈശോമിശിഹായുടെ തിരുമുൻപിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ എന്നുള്ളത് നമ്മൾക്ക് ഉള്ളതാണ്. മാമോദീസായിലൂടെ നമ്മൾ യേശുവിൻ്റെ ധരിച്ചിരിക്കുന്നു, യേശുവിൻ്റെ മുറിവുകളെ ധരിച്ചിരിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. വേദന പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ വേണ്ടി ദാഹിക്കുക. നമ്മളെ യേശുവിൻ്റെ വേദനയോടൊപ്പം നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ തിരസ്കരണങ്ങളും അവഗണനകളും, നമ്മളേറ്റവും സ്വന്തക്കാർ തന്നെ നമ്മളെ തിരസ്കരിച്ചിട്ടുള്ള, നമ്മളെ വഞ്ചിച്ചിട്ടുള്ളത്, നമ്മളെ ചതിച്ചിട്ടുള്ളതെല്ലാം ഇപ്പോൾ ഈശോയ്ക്ക് കൊടുക്കുക. അതെല്ലാം ഈശോ ഉയർപ്പാക്കി മാറ്റും. നമ്മളെ വഞ്ചിച്ചിട്ടുള്ളത്, നമ്മൾക്ക് പൈസ കടം കൊടുത്തിട്ട് തിരിച്ചു തരാതെ നമ്മളെ ബുദ്ധിമുട്ടിട്ടുള്ളത് എല്ലാം നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുക. ഇതെല്ലാം സഹനമായിട്ട് കാണുക. അതെല്ലാം ഈശോയുടെ കരങ്ങളിൽ സ്വീകരിക്കുക. ആ വ്യക്തികളെ അല്ല ഇപ്പോൾ നോക്കേണ്ടത്. കർത്താവേ, അങ്ങ് അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തത്, അങ്ങ് അറിയാതെ ഇതൊന്നും സംഭവിക്കില്ല. ഞാൻ വേദനിക്കണമെന്നത് അവിടുത്തെ ഹിതമായിരുന്നു. ദൈവമേ, ഞാനിതിപ്പോൾ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നു. അങ്ങ് ഇവ എല്ലാത്തിനെയും ഉയർപ്പാക്കി മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ദുഃഖവെള്ളിയാഴ്ചയാണെന്ന്, ഇന്ന് എൻ്റെ ദുഃഖവെള്ളിയാഴ്ചയാണെന്ന്, നാളെ ഉയർപ്പായിട്ട് മാറും. ഇന്നെൻ്റെ ദുഃഖവെള്ളിയാഴ്ചയാണ്, ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വേദനിക്കപ്പെട്ട തിരസ്കരണ അനുഭവങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട്, ഈശോയെ അവയെല്ലാം അങ്ങ് അറിഞ്ഞുകൊണ്ടാണ്, അങ്ങേക്ക് ആവശ്യമായിട്ടാണ് ഞാൻ അവരാര് തന്നെ വേദനിപ്പിച്ചാലും അവരോട് ഞാൻ ക്ഷമിക്കുന്നു. അവരെല്ലാവരെയും ഞാൻ ക്ഷമിക്കുന്നു, അവരോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കുന്നു. ഈശോ കുരിശിൽ കിടന്ന് പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണേ, അവരറിയില്ല അവരെന്താ ചെയ്യുന്നതെന്ന്. അതേ കർത്താവേ, എന്ന പോലെ നമ്മൾക്ക് മറ്റുള്ളവരിൽ നിന്ന്, വൈദികരിൽ നിന്ന്, സിസ്റ്റേഴ്സിൽ നിന്ന്, ശുശ്രൂഷയിലുള്ള ലീഡേഴ്സിൽ നിന്ന് എല്ലാം ഉണ്ടായിട്ടുള്ള വേദനകളും സഹനങ്ങളും എല്ലാം ഈശോയിൽ നിന്ന് സ്വീകരിക്കുക. അവരോട് ക്ഷമിക്കുക, അവരോട് ക്ഷമിക്കുക. ഈശോയെ, അതെല്ലാം ഞാൻ സ്വീകരിക്കുന്നു. അങ്ങയുടെ വേദനയോടൊപ്പം ചേർത്തുകൊണ്ട് ഞാൻ അവരോട് ക്ഷമിക്കുന്നു. ഈശോ ഗെത്സമനി തുടർന്നുള്ള പീഡാനുഭവം മുഴുവൻ നമ്മളും കടന്നു പോകുന്നു. അതിനു വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ സംഭവങ്ങളും അതിനു വേണ്ടി സമർപ്പിക്കാം. കുഞ്ഞായിരുന്നപ്പോൾ അത് നമ്മൾ സഹിച്ചിട്ടുണ്ടാകാം. കുഞ്ഞായപ്പോഴേ നമ്മൾക്ക് സഹനമാണെങ്കിൽ അത് യേശുവിനെ അങ്ങനെ തന്നെയായിരുന്നു. ഒരു കാലിത്തൊഴുത്തിൽ പിറക്കേണ്ടി വന്ന രാജാതിരാജന്റെ ജീവിതം. നമ്മുടെ മാതാപിതാക്കളിൽ നിന്നുണ്ടായിട്ടുള്ള സഹനങ്ങൾ, നമ്മുടെ മാതാപിതാ സഹോദരന്മാരിൽ നിന്ന്, അയൽവക്കം, നമ്മുടെ ശുശ്രൂഷാ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നമ്മൾ എന്തെല്ലാം സഹനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എന്തെല്ലാം തരത്തിൽ മറ്റുള്ളവർ നമ്മൾ ചതിച്ചിട്ടുണ്ടോ, അതെല്ലാം ഈശോയെ അങ്ങ് അറിയുന്നുണ്ടല്ലോ. അങ്ങേക്ക് കൊടുക്കാം. അങ്ങ് അറിയുന്നുണ്ടല്ലോ ഈശോയെ. അങ്ങ് അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കും. അങ്ങ് അതിനെല്ലാം ഉയർപ്പാക്കി മാറ്റും. നമ്മളുടെ കുടുംബത്തിലുണ്ടായിട്ടുള്ള നിരവധിയായ സഹനങ്ങളെല്ലാം ഈശോയെ സമർപ്പിക്കുന്നു. ഈശോയെ ഒന്നായിട്ട് ഈശോയ്ക്ക് സമർപ്പിക്കുക. ഈശോയ്ക്ക് അതെല്ലാം ആശ്വാസമാക്കി മാറ്റാം. ഈശോയുടെ വേദനയോട് ചേർക്കുമ്പോൾ മാത്രമേ അത് നമ്മളിൽ നിന്ന് മാറുകയുള്ളൂ. അവൻ്റെ ക്ഷതങ്ങളാൽ നമ്മുടെ ക്ഷതങ്ങൾ സൗഖ്യമാക്കപ്പെടുന്നു, നമ്മുടെ വേദനകൾ സൗഖ്യമാക്കപ്പെടുന്നു, നമ്മുടെ ദുഃഖം, നിരാശ എല്ലാം ഈശോ എടുത്തു മാറ്റും. ഈശോയ്ക്ക് അത് ആവശ്യമുണ്ട്. ഈശോയുടെ വേദനകൾ ലോകം മുഴുവനെയും രക്ഷ നൽകി. ആ വേദനയോട് നമ്മൾ ചേർക്കുമ്പോൾ ലോകം മുഴുവനും രക്ഷ ലഭിക്കും.
അവൻ വേദനിക്കണം എന്നത് അവിടുത്തെ ഹിതമായിരുന്നു. അവിടെ നിന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. ഒരു കാരണമില്ലാതെ നമ്മളെ ആളുകൾ പുച്ഛിക്കും, നമ്മളെ അപകീർത്തിപ്പെടുത്തും, അവഹേളിക്കും. അതെല്ലാം ഈശോ അനുഭവിച്ചതാണ്. നമ്മൾ അനുഭവിക്കണം എന്നത് അവിടുത്തെ ഹിതമാണ്. എന്നാൽ ആ അനുഭവം എല്ലാം ഈശോയെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, മക്കളിൽ നിന്നുള്ള പ്രയാസങ്ങൾ, ശാരീരികമായ വേദനകൾ, രോഗങ്ങൾ, ഇതെല്ലാം നമുക്ക് ഈശോയുടെ വേദനയോടൊപ്പം ചേർക്കാം. മാനസികമായ വേദനകൾ, സാവധാനം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞാൽ ഉയർപ്പാണ്. നമുക്കത് ഉയർപ്പിൻ്റെ അനുഭവം ഉണ്ടാകും. ദൈവം മഹത്വത്തിനായിട്ടാണ്. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. ഈശോ യുദാസ് ഈശോയുടെ അടുത്ത് വന്നപ്പോൾ നീ ചെയ്യാനുള്ളത് ചെയ്യുക എന്ന് പറഞ്ഞ് ഈ യുദാസ് പോയി കഴിഞ്ഞപ്പോൾ ഈശോ പറയാണ്, ഇപ്പോൾ ദൈവപുത്രൻ മഹത്വപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ഈശോന് മനസ്സിലായി, ഇപ്പോൾ ഇതാ തുടങ്ങാൻ പോവുകയാണല്ലോ, ദൈവപുത്രൻ മഹത്വപ്പെടാൻ പോവുകയാണ്. അങ്ങനെ അതികഠോരമായ സഹനങ്ങൾ വരുമ്പോൾ, എല്ലാ വശത്തു നിന്നും തിരസ്കരണങ്ങളും പീഡകളും വേദനകളും വരുമ്പോൾ ഇങ്ങനെ പറയാൻ നമുക്ക് സാധിക്കണം. അതിൽ സ്തുതിച്ചുകൊണ്ട് ഇതാ ദൈവപുത്രൻ മഹത്വപ്പെടാൻ പോകുന്നു. ഈ സംഭവിക്കാനിരിക്കുന്നത് മുഴുവനും ദൈവത്തിൻ്റെ മഹത്വത്തിനാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി നമുക്ക് സ്തുതിക്കാം. നമുക്ക് സംഭവിച്ചതെല്ലാം